ഹലോ ഫ്രണ്ട്സ്, ഞാൻ കരുതി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ കേട്ടോ. ഇതെൻ്റെ ഇന്നലത്തെ വീഡിയോയാണ്, പക്ഷേ ഇന്നായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ രാവിലെ തന്നെ ഈ ഒരു ഉണക്കമുന്തിരി ഒരു 10-12 വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകും കേട്ടോ, തലേ ദിവസം. അപ്പോൾ ഈ ഒരു വെള്ളമായിരിക്കും ഞാൻ രാവിലെ കുടിക്കുക. 1-ാം തീയതി മുതൽ ഞാനിങ്ങനെ ഇത് കുടിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിനാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നല്ലോണം തണുപ്പായിട്ടുണ്ടാകും, നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഐസ് വാട്ടർ കുടിക്കുന്ന പോലെ ഉണ്ടാകും. എന്നാലും ഇതങ്ങ് ഞാൻ കുടിക്കും. പിന്നെ ഇത് കഴിച്ചതിന് ശേഷമാണ് ബാക്കി പണിയിലേക്കൊക്കെ പോവുക. ഞാൻ ഇന്ന് രാവിലെ എന്തായാലും ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ മുട്ടയൊക്കെ കഴുകി ഇൻഡക്ഷൻ കുക്കറിനകത്ത് വെച്ചു കേട്ടോ. പിന്നെ ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കേണ്ടി പോവുകയാണ്. എനിക്കാണെങ്കിൽ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 150 വട്ടം കൈ കഴുകണേ. അത് എന്താണെന്ന് എനിക്കറിയില്ല. തൊട്ടാലും പിടിച്ചാലും ഒക്കെ എനിക്ക് കൈ കഴുകിക്കൊണ്ടേ ഇരിക്കണം. ആ ശീലമാണെങ്കിൽ എനിക്കൊട്ടും മാറ്റാനും പറ്റുന്നില്ല. പിന്നെ അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ അങ്ങ് കുഴച്ച് മാറ്റി വെച്ചു. പിന്നെ മുട്ടക്കറിക്കുള്ള ഉള്ളിയും തക്കാളിയും അങ്ങ് അരിയാമെന്ന് കരുതി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ഹിഡൻ ടാലൻ്റാണ് കേട്ടോ. ഇതാണ് ഞാൻ ആകെപ്പാടെ എന്നിൽ കണ്ടുപിടിച്ചിട്ടുള്ളൊരു ടാലൻറ്റ്. എനിക്കിങ്ങനെ നോക്കാതെ ഉള്ളി അരിയാൻ വേണ്ടി കഴിയും കേട്ടോ. ഞാനിത് ഫിംഗർ ക്യാപ്പൊക്കെ ഇല്ലാതെ ഞാനിങ്ങനെ അരിയും. ഇത്രയും സ്പീഡൊന്നും ഇല്ല കേട്ടോ, ഇതിപ്പോൾ വീഡിയോ സ്പീഡിലിട്ടതുകൊണ്ടാണ്. എന്നാലും ഇങ്ങനെ നോക്കാതെ അരിയാനുള്ളൊരു കഴിവ് എനിക്കുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് വാങ്ങി വെച്ചു. പിന്നെ മുട്ടക്കറി റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ കറികളിലൊന്നും കടുക്, ഉലുവ ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, കുറച്ച് മുളക് പൊടി, ഇത്രയേ ഇടുന്നുള്ളൂ. അതിനുശേഷം അതങ്ങ് വഴറ്റിയെടുത്ത് തക്കാളിയും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ ചപ്പാത്തി പരത്താമെന്ന് കരുതി. അതിനുള്ള ബോൾസാക്കി എടുത്തു എല്ലാം. പിന്നെ എനിക്കാണെങ്കിൽ ഇത് കറക്റ്റ് വട്ടത്തിൽ, ഞാൻ എത്ര പരത്തിയാലും കറക്റ്റ് വട്ടത്തിൽ എനിക്ക് കിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമൊക്കെ പല പല ഭൂപടങ്ങൾ നിർമ്മിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു ഏകദേശം വട്ടരൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. എന്നാലും അതിൻ്റെ അറ്റവും അരികും മൂലയും ഒക്കെ ഇതാണ്ട് ഇതുപോലെ ഷേപ്പില്ലാതിരിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഓർക്കും ഇങ്ങനെ ഒരു പ്ലേറ്റൊക്കെ വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കാമെന്ന്. പിന്നെ അവർക്ക് വേണ്ട, എന്തിനാ ഇപ്പോൾ വെറുതെ സമയം കളയുന്നത്, എന്താണേലും ഈ വട്ട ഷേപ്പോട് കൂടിയൊന്നും അല്ലല്ലോ തിന്നുന്നത്, മുറിച്ചല്ലേ കഴിക്കുന്നതെന്ന് ഓർക്കും. അങ്ങനെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു, ഒരു 4 തുണി, അതും അങ്ങ് അലക്കിയിട്ടു. പിന്നെ ഇപ്പം ഞാൻ ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണികൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് പിന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കും. അതുകൊണ്ട് പിന്നെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൺസ്ക്രീന്, ബോഡി ലോഷൻ, പിന്നെ BB ക്രീം, അങ്ങനെ എന്തൊക്കെയോ വാരി മുഖത്തേക്ക് ഇടുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് പോൺസിൻ്റെ പൗഡർ ഇടും. ഇതൊക്കെ ഞാൻ ഇട്ടതിന് ശേഷം ഞാൻ ഒരു ടവലെടുത്തിട്ട് എൻ്റെ മുഖം ഒന്ന് ഞാൻ തുടയ്ക്കും കേട്ടോ. ഇത്രയും മേക്കപ്പ് ഇട്ടിട്ട് ലാസ്റ്റ് ഇതൊന്ന് തുടച്ച് കഴിയുമ്പോഴാണ് എനിക്കൊരു തൃപ്തി കിട്ടുള്ളൂ. എത്ര പേര് ഇതിങ്ങനെ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. പിന്നെ ഞാൻ ലിപ് ലൈനർ ഇട്ട്, ലിപ് ബാം ഇട്ട്, ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ്സ്റ്റിക്ക് ഞാനങ്ങനെ ആ ഒരു സ്റ്റിക്കോട് കൂടി ഇടാറില്ല കേട്ടോ, ഞാൻ കയ്യിലേക്ക് എടുത്തിട്ടാണ് ഇടാറ്. പിന്നെ അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞിട്ട് എനിക്കൊരു മീഷോയിൽ നിന്ന് മേടിച്ചൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടാനുണ്ടായിരുന്നു. അപ്പം അതും ജസ്റ്റ് ഒന്ന് എടുത്തു ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം. അതിന് ശേഷം ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് പിന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ട് ഒരു 11 മണി 11:30 ആയി ഇവിടെ നിന്ന് ഇറങ്ങുമ്പം. ഇതാണ് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക്. ഇവിടെ തൊട്ടടുത്താണ് പോകുന്നത്, അതിനെയാണ് ഞാൻ ഇത്രയും ഒരുങ്ങി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ പിന്നെ ചായയൊന്നും കുടിക്കാൻ വേണ്ടി നിന്നില്ല. 1 മണിയൊക്കെ ആകുമ്പോഴേക്കും ചോറ് തിന്നാലോ എന്നോർത്ത് ഞാൻ പിന്നെ ചെന്ന ഉടനെ തന്നെ തയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങിരുന്നു കേട്ടോ. ഇതൊക്കെ തയ്ച്ച് ഷേപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഇന്ന് വീട്ടിലോട്ട് പോയത് തന്നെ. ഇതൊക്കെ ക്രിസ്മസിന് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോയതായിരുന്നു, പക്ഷെ അന്നൊന്നും തയ്ക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണം തന്നെ. അപ്പോൾ എന്തായാലും പോയി ഒന്ന് തയ്ച്ച് ഷേപ്പാക്കിയിട്ട് വരാമെന്ന് കരുതി. ഞാൻ അങ്ങനെ ഒരു 8 മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ മെഷീനകത്ത് ഞാൻ തയ്ക്കുന്നത്. കുറേ ആയി ഞാൻ തയ്ച്ചിട്ട്. അപ്പോൾ വെട്ടി ചെറുതാക്കാനുള്ളതെല്ലാം വെട്ടി ചെറുതാക്കി, ഷേപ്പ് അടിക്കാനുള്ളതെല്ലാം ഷേപ്പ് അടിച്ചു. പിന്നെ ഇപ്പം ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ഇതാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു യൂണിഫോമായി മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറും ചിക്കൻ കറിയും പയർ തോരനായിരുന്നു കേട്ടോ, പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനും വിട്ടുപോയി. അങ്ങനെ ഈ ടോപ്പ് ഞാൻ പുറകിൽ 2 ടക്കിട്ട് കൊടുത്തിട്ടാട്ടോ ഞാൻ ഷേപ്പാക്കിയത്. അല്ലാതെ ഷേപ്പാക്കുമ്പോൾ അതങ്ങ് കറക്റ്റ് ആവുന്നില്ല.
പിന്നെ ഈ ഒരു പാൻറ്റിൻ്റെ ഇറക്കവും കുറച്ചു, ഇതൊന്ന് ഷേപ്പ് അടിച്ചെടുത്തു. പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ ഇറക്കവും കുറച്ചു കേട്ടോ. ഇത് ഒരലക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് പാകമായിട്ടോ, അതുകൊണ്ട് തന്നെ ഇത് ഷേപ്പ് അടിക്കേണ്ട വന്നില്ല. ഈ ഒരു ടോപ്പിൻ്റെ പാൻറ്റാണ് ആ ഒരു വെള്ള പാൻറ്റ്. പക്ഷേ ആ ഒരു വെള്ള പാൻറ്റിൻ്റെ കൂടെ ഈ ടോപ്പ് ഇടുമ്പോൾ പള്ളിയിൽ അച്ഛനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ ഇടാറില്ല. പിന്നെ ഞാനൊരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു വന്നു. എന്നിട്ടൊരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും പൂപ്പൊലി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പൂമ്പാറ്റേൻ്റെയും കുതിരേൻ്റെയും ഈ ഒരു സെറ്റപ്പൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷത്തെ പൂപ്പൊലി ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ മുന്നത്തെ വർഷത്തത് പോയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വലിയ വെറൈറ്റി ആയിട്ട് പറയാനൊന്നുമില്ല, നോർമലായിട്ട് എപ്പോഴും ഉള്ളതുപോലെ തന്നെ. പിന്നെ എല്ലാ വർഷത്തേക്കാളും കുറവായിട്ടാട്ടോ എനിക്ക് ഈ വർഷം തോന്നിയത്. കഴിഞ്ഞ വർഷം മാത്രമേ പോവാത്തുള്ളൂ, അതിന് മുന്നേ ഉള്ളതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പൂക്കൾ ഇങ്ങനത്തേതൊക്കെ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉള്ള പൂക്കളൊക്കെ നല്ല ഫ്രഷാണ് കേട്ടോ. ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇത് ചെറുതായിട്ട് വാടാനൊക്കെ തുടങ്ങും. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള പൂക്കളൊക്കെ കണ്ട്. പിന്നെ ഒരു ഐസ്ക്രീമും കഴിച്ചു കേട്ടോ. ഞാൻ ബ്ലൂബെറിയാന്ന് ഓർത്തുകൊണ്ട് ഗ്രേപ്സിൻ്റെ ഐസ്ക്രീമായിരുന്നു മേടിച്ചത്. അത് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും അങ്ങ് കഴിച്ചു. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ലൈറ്റിൻ്റെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂപ്പൊലിക്ക് പോയിട്ട് ഞാൻ മേടിച്ചത് ഈ ഒരു ബലൂണാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് ഞാൻ മേടിച്ചു. ഇത് ഇരുട്ടത്ത് കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. പിന്നെ രാത്രിയിൽ ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.